ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ 3ാം പാഠമായ എത്യോപ്യ ഒരു അഭയകേന്ദ്രം എന്ന പാഠത്തിലെ തദ്രിബാത്താണ്. അത്തദ്രിബാത്ത് 1. ഉത്തരം പറയാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ഹിജറ പോകാൻ അനുവാദം നൽകി. എപ്പോൾ? മക്കയിൽ മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹമായപ്പോൾ അവർക്ക് ഹിജറ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. 2. ആദ്യ ഹിജറയിൽ എത്ര പേരുണ്ടായിരുന്നു? 10 പുരുഷന്മാർ, 4 സ്ത്രീകൾ. 3. സ്വഹാബികൾ മക്കയിലേക്ക് മടങ്ങാൻ കാരണം? മക്ക നിവാസികളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന സത്യമല്ലാത്ത ഒരു വാർത്ത എത്യോപ്യയിൽ പ്രചരിച്ചു. ഇത് കാരണം അവർ മടങ്ങി. 4. രണ്ടാമത്തെ ഹിജറയിൽ എത്ര പേരുണ്ടായിരുന്നു? 83 പുരുഷന്മാരും 18 സ്ത്രീകളും. 2. പൂരിപ്പിക്കാം. 1. നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കൊള്ളുക. അഭയാർത്ഥികളായി എത്തുന്നവരെ ആക്രമിക്കാത്ത ഒരു രാജാവ് അവിടെയുണ്ട്. 2. 3 മാസങ്ങൾക്ക് ശേഷം മക്ക നിവാസികളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത എത്യോപ്യയിൽ പ്രചരിച്ചു. 3. എത്യോപ്യൻ രാജാവ് നജാഷി അവരെ സ്വീകരിക്കുകയും ആരാധനാ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. 3. അന്വേഷിച്ചു കണ്ടെത്താം. അത് നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുക. ഈ പാഠവും അതിലെ തദ്രിബാത്തുകളും അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.